ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഒരു വമ്പൻ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പാചകവാതകത്തിന് വലിയ രീതിയിൽ ക്ഷാമം നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്നു എന്ന സൂചനയാണോ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്ന് നമുക്ക് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന പാചകവാതകം വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. ഖത്തർ ഗ്യാസ് പ്ലാന്റുകൾ എല്ലാം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. GCC രാജ്യങ്ങൾ ഓയിൽ റിഫൈനറികൾ വലിയ രീതിയിൽ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ള 40% ഗ്യാസ് വിതരണം അവിടെ നിന്നും, അതായത് ഖത്തറിൽ നിന്നും കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ഉപയോഗിക്കാത്ത അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച് LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് സർക്കാർ അടിയന്തരമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന തർക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗാർഹിക പാചകവാതകത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ ഈ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2024 മുതൽ 2025 ഇന്ത്യയിൽ 31.3 ദശലക്ഷം ടൺ LPG ഉപഭോഗം ചെയ്യപ്പെട്ടു. ഇതിൽ 12.8 ദശലക്ഷം ടൺ LPG രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയും ബാക്കിയുള്ള LPG മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇറക്കുമതിയുടെ 85 മുതൽ 90% വരെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നതിനാൽ ഇറക്കുമതി അതിവേഗം കുറയുന്നു. കാരണം ഈ രാജ്യങ്ങൾ ഗതാഗതത്തിനായി ഹോർമൂസ് കടലിടുക്കിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിന്റെയും അമേരിക്കയും ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയും ഗൾഫിലെ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ രാജ്യങ്ങളിൽ സംഘർഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ എണ്ണ ശേഖരം ധാരാളമുണ്ട്, പക്ഷേ LPG ഉൽപാദനം കുറവാണ്. മാർച്ച് 5 സർക്കാർ ഉത്തരവ് പ്രകാരം പൊതു സ്വകാര്യ മേഖലയിലെ ശുദ്ധീകരണശാലകൾ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ സ്ട്രീമുകൾ പരമാവധി ഉപയോഗിക്കാനും ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ സ്ട്രീമുകൾക്ക് ദ്രവീകൃത പെട്രോളിയം വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. LPG, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയുടെ മിശ്രിതമാണിതെന്നതാണ് എടുത്തു പറയേണ്ടത്. 1955 അവശ്യവസ്തു നിയമം SMA നൽകുന്ന അധികാരങ്ങൾ പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് ഉൽപ്പാദിപ്പിക്കുന്ന LPG 3 പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾക്ക് മാത്രമേ ലഭ്യമാകൂ എന്ന് റിഫൈനറികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പെട്രോ കെമിക്കൽസ് നിർമ്മിക്കുന്നതിനായി റിഫൈനറുകൾ പ്രൊപ്പൈനർ, ബ്യൂട്ടൈൻ എന്നിവ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്കും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളോ മറ്റ് അത്തരം ഡൗൺ സ്ട്രീം ഡെറിവേറ്റീവുകളോ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രൊപ്പൈൻ അല്ലെങ്കിൽ ബ്യൂട്ടൈൻ സ്ട്രീമുകൾ വഴിതിരിച്ചുവിടാനോ ഉപയോഗിക്കാനോ പ്രോസസ്സ് ചെയ്യാനോ ക്രാക്ക് ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഉപയോഗിക്കാനോ കഴിയില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇന്ത്യയിൽ 330.8 കോടി സജീവ LPG ഉപഭോക്താക്കളുണ്ട്. ഒരു തടസ്സവുമില്ലാതെ വിതരണം നിലനിർത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു. നേരത്തെ യുക്രൈൻ യുദ്ധാനന്തര കാലഘട്ടത്തിൽ സർക്കാർ ESMA വ്യവസ്ഥകൾ നടപ്പിലാക്കിയിരുന്നു. പെട്രോളും ഡീസലും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ ശേഖരം രാജ്യത്തുണ്ട്. എന്നാൽ 30% വാതക വിതരണത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.